പറഞ്ഞാൽ ശാസ്ത്രം പ്രപഞ്ചത്തെ വിവരിക്കുന്നു. തുടർന്ന് പറയുന്ന രീതിയിലാണ് സയന്റിസ്റ്റുകൾ പ്രകൃതിയിൽ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുമെന്ന് കണ്ടെത്തുന്നു. ആദ്യത്തേത് നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ. രണ്ടാമത്തത് ഈ നിരീക്ഷണങ്ങളിൽ കൂടി ചില പാറ്റേണുകൾ കണ്ടെത്തുന്നു. മൂന്നാമതായി കണ്ടുപിടിച്ച പാറ്റേണുകളിൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. അവസാനമായി ഈ രീതികളെ നിയമങ്ങളായി ഡെവലപ്പ് ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ശാസ്ത്രലോകത്തിന് അനേകം സംഭാവനകൾ നൽകി സർ ഐസക് ന്യൂട്ടൺ ആപ്പിളുകൾ എപ്പോഴും താഴേക്ക് വീഴുന്നത് നിരീക്ഷിച്ചു. പ്രകൃതി ഈ രീതി ശ്രദ്ധിച്ച് അതിനാൽ അദ്ദേഹം വർഷങ്ങളോളം പരീക്ഷണങ്ങൾ നടത്തി. പ്രകൃതി എല്ലാ വസ്തുക്കളും പിന്തുടരുന്ന ഒരു നിയമമുണ്ടെന്ന് നിഗമനം ചെയ്തു. അദ്ദേഹം അതിനെ ഗുരുത്വാകർഷണ നിയമം എന്ന് വിളിച്ചു, ഗ്രാവിറ്റേഷണൽ ലോ. ഗുരുത്വാകർഷണം ഉണ്ടാക്കിയത് ന്യൂട്ടൺ അല്ല, ആപ്പിളുകൾ അതിനു മുമ്പേ താഴേക്ക് തന്നെയാണ് വീണിരുന്നത്. എന്നാൽ അദ്ദേഹം ഈ നിയമം കണ്ടെത്തുകയും അതിനെ ഗണിതശാസ്ത്ര രൂപത്തിൽ അവതരിപ്പിക്കുകയും ആണ് ചെയ്തത്. ഇതാണ് ശാസ്ത്രം ചെയ്യുന്നത്. അത് പ്രപഞ്ചത്തിലെ പ്രകൃതി നിയമങ്ങളെ വിവരിക്കുകയും അതിനെ ഗണിത രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ശാസ്ത്രത്തിന് പരിമിതികളുണ്ട്. ഉദാഹരണത്തിന് ഒരു പാത്രത്തിൽ കുറച്ച് പാൽ ഗ്യാസ് സ്റ്റവ് വെച്ചിരിക്കുന്നതിനായി ചിന്തിക്കുക. ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് അതിൻ്റെ താപനില അളക്കുക. താപ കൈമാറ്റ സ്വഭാവവാക്യം ഉപയോഗിച്ച് പാൽ എത്ര സമയത്തിനുള്ളിൽ തിളയ്ക്കുമെന്ന് കൃത്യമായി കണക്കാക്കും. എന്നാൽ എത്ര ശാസ്ത്രീയ പരീക്ഷണങ്ങളോ സൂത്രവാക്യങ്ങളോ ഉപയോഗിച്ചാലും ഈ പാൽ എങ്ങനെ സ്റ്റൗവിൽ വന്നുവെന്നും അല്ലെങ്കിൽ അത് എന്തിനാണ് തിളപ്പിക്കുന്നതെന്നും പറയുവാൻ കഴിയില്ല. എന്നാൽ അത് യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ഒരു ബുദ്ധിമാനായ വ്യക്തി അത് അവിടെ വെച്ചതാണ്. ഈ പാൽ ചായക്ക് വേണ്ടിയാണോ കാപ്പിക്ക് വേണ്ടിയാണോ അതോ മറ്റെന്തിനു വേണ്ടിയാണോ എന്നുള്ള ഈ ചോദ്യങ്ങൾ ശാസ്ത്രത്തിന്റെ പരിധിക്ക് ഒന്നാണ്. ഇനി നമുക്ക് ബൈബിളിനെ കുറിച്ച് ചിന്തിക്കാം. ശാസ്ത്രം പ്രകൃതി നിയമങ്ങളെ വിവരിക്കുമ്പോൾ ബൈബിൾ അവയുടെ സൃഷ്ടാവിനെ കുറിച്ച് സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണം ഒരു ബുദ്ധിമാനായ വ്യക്തി ദൈവം പ്രപഞ്ചത്തെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചതിനെ വിവരിക്കുന്നു. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, ഉണ്ടായി. സൃഷ്ടിയുടെ പിന്നിലെ സിദ്ധാന്തങ്ങളിലേക്ക് ബൈബിൾ ആഴ്ന്നിറങ്ങുന്നില്ല. കാരണം അതായിരുന്നില്ല പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യം. ഉദാഹരണത്തിന് 31:16 സൂര്യനെ ചന്ദ്രനെ സ്വതന്ത്ര പ്രകാശ സ്രോതസ്സുകളായാണ് പരാമർശിക്കുന്നത്. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രതിഫലനമാണ് എന്ന് വേർതിരിക്കുന്നില്ല. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ബൈബിൾ ക്രിസ്തുവിനെ കുറിച്ചാണ്. ദൈവം എങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, പാപം അനുസരണക്കേടുകളിലെ എങ്ങനെ പ്രവേശിച്ചു, അവസാനമായി ക്രിസ്തു എങ്ങനെയെല്ലാം വീണ്ടെടുക്കും എന്നതിനെ കുറിച്ചാണ്. അതിനാൽ കാര്യങ്ങൾ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ദൈവാത്മാവ് പല കാലഘട്ടങ്ങളിലുള്ള വായനക്കാർക്ക് മനസ്സിലാക്കുന്ന ഭാഷ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ശാസ്ത്രവും ബൈബിളും മത്സരിക്കുന്നവയല്ല, അവ പരസ്പര പൂരകങ്ങളാണ്. ശാസ്ത്രീയ പുരോഗതി ബൈബിളിനെ അപ്രസക്തമാക്കിയിട്ടില്ല. ഇതിലേക്ക് കുറെ കൂടെ വെളിച്ചം വീശുവാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. ഒന്നാമതായി, ശാസ്ത്രം പ്രകൃതി നിയമങ്ങളുടെ അസ്തിത്വം അനുമാനിക്കുന്നു. ശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പ്രപഞ്ചത്തിലുടനീളം പ്രകൃതി നിയമങ്ങളുണ്ടെന്നും അവ ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവിയിലും മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നുള്ള അനുമാനത്തിന്മേൽ ആണ്. ഉദാഹരണത്തിന് പാരസെറ്റമോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ കണ്ടുപിടിക്കപ്പെട്ടു. പക്ഷേ ഇന്ന് വിദൂര ഗ്രാമങ്ങളിൽ പോലും അത് നിർദ്ദേശിക്കപ്പെടുന്നു. കാരണം മനുഷ്യ ശരീരങ്ങൾ പശ്ചാത്തലം പരിഗണിക്കാതെ ജനിതകമായി സമാനമാണ് എന്ന പ്രകൃതി നിയമം പിന്തുടരുന്നു. അതേപോലെ തന്നെയാണ് വാക്സിനുകൾ പോലുള്ള വൈദ്യശാസ്ത്ര മുന്നേറ്റങ്ങൾ. ഒരു രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട് മറ്റിടങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാം. കാരണം മനുഷ്യ ശരീരങ്ങൾ പൊതുവെ ഒരേ രീതിയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നു. ശാസ്ത്രീയ പുരോഗതികൾ പ്രകൃതി നിയമങ്ങളുടെ അസ്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. എന്നാൽ ഈ നിയമങ്ങൾ എങ്ങനെയുണ്ടായി, എന്തുകൊണ്ട് അവ ഒരുപോലെ തുടരുന്നു, ഭാവിയിൽ തുടരുമെന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയുന്നില്ല. ഇവിടെയാണ് ബൈബിളിന്റെ പ്രസക്തി. ബൈബിൾ ഒരു സർവജ്ഞാനിയായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ പ്രപഞ്ചത്തെ കൽപ്പിച്ച് അത് നിലനിർത്തുന്നു.
ദൈവം മനുഷ്യർക്ക് ധാർമ്മിക നിയമങ്ങൾ സ്ഥാപിച്ചതുപോലെ പ്രപഞ്ചത്തിന് പ്രകൃതി നിയമങ്ങൾ സ്ഥാപിച്ചു. എബ്രായർ 1:3 പറയുന്നു, അവൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. കൊലോസ്യർ 1:17 അവൻ സർവ്വത്തിനും മുൻപുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. സങ്കീർത്തനം 33:9 അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതപ്പെടും. ബൈബിൾ ശാസ്ത്രത്തെ പൂർത്തീകരിക്കുന്നു. പ്രകൃതി നിയമങ്ങൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. അവ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട് നിലനിർത്തപ്പെടുന്നു. വാസ്തവത്തിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ പയനീഴ്സായിരുന്ന ഗലീലിയോ, ന്യൂട്ടൺ, കെപ്ലർ തുടങ്ങിയവർ ഒരു സർവശക്തനായിരിക്കുന്ന സൃഷ്ടാവിൽ വിശ്വസിച്ചാണ് പ്രവർത്തിച്ചത്. അവർ പ്രപഞ്ചത്തെ യുക്തിപരവും ക്രമബദ്ധവുമായ ഒരു സംവിധാനമായി കണ്ടു. ഒരു ഡിസൈനറുടെ മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നതായി അവരുടെ പ്രവർത്തനം ദൈവത്തിൻ്റെ ഡിസൈൻ കണ്ടെത്തലായി കണ്ടു. രണ്ടാമതായി, ധാർമ്മികത, ലക്ഷ്യം, ജീവിതത്തിൻ്റെ അർത്ഥം എന്നിവയിൽ ശാസ്ത്രം മൗനം പാലിക്കുന്നു. വൈദ്യശാസ്ത്രം ഒരാൾ എങ്ങനെ ആരോഗ്യകരമായി ജീവിക്കാമെന്ന് പറയാം, പക്ഷേ അയാൾ എന്തിന് ജീവിക്കണമെന്ന് പറയാൻ കഴിയില്ല. ജീവിതം യാദൃശ്ചിക സംഭവങ്ങളാൽ ഉണ്ടായതാണെങ്കിൽ മനുഷ്യജീവന് ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ വളർന്ന പായലിനേക്കാൾ കൂടുതൽ മൂല്യമോ അർത്ഥമോ ഇല്ല. അർത്ഥവുമില്ല, ആത്യന്തികമായ ലക്ഷ്യവുമില്ല. നാം എവിടെ നിന്നും വന്നിട്ടില്ലെങ്കിൽ, എങ്ങോട്ട് പോകുന്നുമില്ലെങ്കിൽ എന്തിനും ധാർമ്മികമായിരിക്കണം. നാം ശ്രദ്ധിക്കേണ്ടത് ദോഷം അനുഭവിക്കുന്നതിനും അസ്വസ്ഥത ഒഴിവാക്കുന്നതിനും മാത്രമാണ്. അത് മറ്റുള്ളവർക്ക് ദോഷം വന്നിട്ടാണെങ്കിൽ പോലും. അത്തരം ഒരു ലോകവീക്ഷണത്തിൽ നമ്മുടെ പ്രവർത്തികൾ നല്ലതോ ചീത്തയോ ആയാലും അത്യന്തരമാണ് അർത്ഥമില്ലാത്തതായി തീരുന്നു. എന്നാൽ ബൈബിളിൻ്റെ വീക്ഷണം ഇതാണ്: എല്ലാം അറിയുന്ന സർവശക്തനായ നിത്യനായ ഒരുവൻ മനുഷ്യരെ സൃഷ്ടിച്ചു, അവരെ സ്നേഹിക്കുന്നു. ഈ ജീവിതത്തിനപ്പുറം അവർക്കൊരു നിത്യലക്ഷ്യം നൽകിയിരിക്കുന്നു. നാം യാദൃശ്ചിക അപകടങ്ങളല്ല, നേരെ മറിച്ച് നാം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സ്നേഹമുള്ളൊരു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് ഉൽപ്പത്തി 1:27 പറയുന്നു. സങ്കീർത്തനം 139:13-14 പറയുന്നത് പോലെ നാം ഭയങ്കരവും അതിശയകരവുമായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവൻ നമ്മെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞു. ജീവിതം അർത്ഥമില്ലാത്തതോ ലക്ഷ്യമില്ലാത്തതോ അല്ല. കാരണം എഫേസ്യർ 2:10 പറയുന്നത് പോലെ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അവൻ നമ്മോട് തൻ്റെ സ്വഭാവത്തിന് അനുസൃതമായി ധാർമ്മികരായിരിക്കാൻ ആവശ്യപ്പെടുന്നു. ലേവ്യ പുസ്തകം 19:2 കാണുന്നതുപോലെ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. നമ്മുടെ പ്രവൃത്തികൾക്ക് നിത്യ പ്രാധാന്യമുണ്ട്. സഭാപ്രസംഗി 12:14 കാണുന്നു, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ്: ശാസ്ത്രവും ബൈബിളും മത്സരിക്കുന്ന ശക്തികളല്ല, അവ പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് പ്രപഞ്ചത്തിൻ്റെ പ്രകൃതി നിയമങ്ങളെക്കുറിച്ചാണ്, മറ്റേത് ആ നിയമങ്ങൾ സ്ഥാപിച്ചതിനെക്കുറിച്ചാണ്. ഒന്ന് ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നു, മറ്റേത് അത് എന്തിന് ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നു. അവയൊരു റെയിൽവേ ട്രാക്കിൻ്റെ 2 പാളങ്ങൾ പോലെയാണ്. ഒന്ന് മറ്റൊന്നിനെ അസാധ്യമാക്കുന്നില്ല. ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഈ രണ്ടും അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പ്രായോഗിക ഉദാഹരണങ്ങൾ ചിന്തിക്കാം. ഒന്നാമതായി, ശാസ്ത്രീയ പുരോഗതി ദൈവത്തെ ഇല്ലാതാക്കുന്നില്ല. നിരീശ്വരവാദികൾ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു വാദമാണ്. ഇങ്ങനെ ചിന്തിക്കുക: ഒരു മരുന്നോ ശസ്ത്രക്രിയയോ നമ്മെ ഒരു രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തുമ്പോൾ നാം ആരോടാണ് നന്ദി പറയേണ്ടത്? വൈദ്യശാസ്ത്രത്തോടോ ദൈവത്തോടോ? ഈ ചോദ്യം ശാസ്ത്രമുള്ളതിനാൽ നമുക്ക് ദൈവത്തെ ആവശ്യമില്ല എന്ന ആശയത്തെ ഉയർത്തുന്നു. എന്നാൽ നാം ചർച്ച ചെയ്തതുപോലെ പ്രകൃതി നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു ലോകം സ്ഥാപിച്ച് അതിനെ ദൈവം നിലനിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ശാസ്ത്രം സാധ്യമാകുന്നത്. അതിലൂടെ കഷ്ടപ്പാടുകളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നു എന്നതിനാൽ നാം ദൈവത്തോടാണ് നന്ദി പറയേണ്ടത്. രണ്ടാമതായി, ബൈബിൾ ഒരു ശാസ്ത്ര പാഠപുസ്തകമല്ല. എങ്ങനെയാണോ ശാസ്ത്രം ജീവിതത്തിൻ്റെ ഉത്ഭവം, അർത്ഥം, ധാർമ്മികത, ലക്ഷ്യം എന്നിവ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തതുപോലെ ബൈബിളും ഒരു ശാസ്ത്രരേഖയെ കാണാൻ കഴിയുന്നതല്ല. അതിനാൽ ബൈബിൾ വാക്യങ്ങളെ
ശാസ്ത്ര സിദ്ധാന്തങ്ങളുമായി യോജിപ്പിക്കാൻ വേണ്ടി തെറ്റായി വ്യാഖ്യാനിക്കരുത്. ബൈബിൾ ശാസ്ത്രീയവാദങ്ങൾ ഉന്നയിക്കുന്നില്ല. ഒരു പാചക പുസ്തകം രുചികരമായ വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയും, പക്ഷേ ആ വിഭവങ്ങൾ ആരോഗ്യകരമാണോ എന്നത് പറയുന്നില്ല. അതുപോലെ തന്നെ ബൈബിൾ എല്ലാ പശ്ചാത്തലത്തിലും സംസ്കാരങ്ങളിലുമുള്ള മനുഷ്യരെ ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ എഴുതപ്പെട്ടതാണ്. അതിൻ്റെ ശ്രദ്ധ ലാളിത്യത്തിലും കാലാതീതവുമാണ്, അല്ലാതെ ശാസ്ത്രീയ വിശദാംശങ്ങളിലല്ല. അതിനാൽ ബൈബിളിലെ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ തെളിയിക്കാനോ നിരാകരിക്കാനോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നു. വിപുലമായ ഗവേഷണങ്ങളും കൂടുതൽ സങ്കീർണമായ പരീക്ഷണങ്ങളും ഉപയോഗിച്ച് ശാസ്ത്രീയവാദങ്ങൾ കാലക്രമേണ മാറുന്നു. ഉദാഹരണത്തിന്, ഒരു കാലത്ത് സിഗരറ്റുകൾ ആരോഗ്യകരമാണെന്ന് പരസ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ DDT മൊസ്കിറ്റോ റിപ്പല്ലന്റായി പരസ്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അന്ന് അവയുടെ ദീർഘകാല ദോഷങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് മതിയായ പഠനങ്ങൾ നടന്നിട്ടില്ല. അതിനാൽ ഇന്നത്തെ ഒരു ശാസ്ത്ര സിദ്ധാന്തമായി ഒരു ബൈബിൾ വാക്യം വ്യാഖ്യാനിച്ചാൽ ആ സിദ്ധാന്തം ഭാവിയിൽ ഉപേക്ഷിക്കപ്പെടുകയോ പുതുക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നമുക്കത് വീണ്ടും വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷേ ദൈവവചനം മാറാത്തതാണെന്ന് നമുക്കറിയാം. അതിലെ ഒരു വാക്കും നശിക്കുകയില്ല. അത് മനുഷ്യജ്ഞാനത്തെ തൃപ്തിപ്പെടുത്താൻ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ആവശ്യമില്ല. ആദ്യം നമുക്ക് മനുഷ്യജ്ഞാനത്തെ തൃപ്തിപ്പെടുത്താൻ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ആവശ്യമില്ല. ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള ഈ ഡിബേറ്റ് പുതിയതൊന്നുമല്ല. നോഹയുടെ കാലം തുടങ്ങി നമ്മളൊരു ട്രേസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഡിഫറൻറ്റ് സൊല്യൂഷനാണ് ഓഫർ ചെയ്യാൻ ശ്രമിച്ചത്. എത്രത്തോളം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റി എന്ന് എനിക്കറിയില്ല. ഈ ഒരു ടോപ്പിക്ക് ഒരിക്കലും നമുക്ക് ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റുന്ന വിഷയമാണ്. ഈ ഡിബേറ്റ് ഇങ്ങനെ മുന്നോട്ട് തന്നെ പോകും. പക്ഷെ വിശ്വാസികൾ എന്ന നിലയിൽ ദൈവം നമ്മളോട് ബൈബിളിലെ ഏതെങ്കിലും ശാസ്ത്രീയ വശങ്ങൾ ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനോ നമ്മളോട് പറഞ്ഞിട്ടില്ല. പകരം അത് നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് those who seek wisdom and science will not find it from the Bible. ഈ ജ്ഞാനവും മിറക്കിൾസും ഒക്കെ പ്രതീക്ഷിക്കുന്നവർ നോക്കുന്നവർ അത് സഭയിൽ കാണത്തില്ല. അവർക്ക് സഭയിൽ അത് കണ്ടെത്താൻ കഴിയുന്നില്ല. ബൈബിളിൽ അത് കണ്ടെത്താൻ കഴിയുകയില്ല. പകരം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യം ക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്, അതായത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ജ്ഞാനം അന്വേഷിക്കുന്നവരെ മിറക്കിൾസ് അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഫൂളിഷ്നെസ്സാണ്. അത് ഫൂളിഷ്നെസ് ഇംഗ്ലീഷ് കഴിക്കുന്നത്, അവർക്കത് പോഷത്വമാണ്. പക്ഷെ നമ്മൾ വിശ്വാസികളായിരുന്നത് നമുക്ക് ഇറ്റ് ഇസ് ദ പവർ ആൻഡ് ദ വിസ്ഡം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗം ചെയ്യുന്നത്.